മാറി എന്ത് ചറ്റത്തറ ചങ്ങായി കാട്ടിയേക്കുണ്ട്. ഞാൻ എനക്ക് കാണിച്ചു തന്ന ആ സ്ഥലം ഇജ് മുതലാളിക്ക് നേരിട്ട് കാണ്ട് കച്ചവടമാക്കാണല്ലേ. അത് എന്ത് പരിപാടിയാണ്? ഇജ് മാ ചണ്ടിത്തരല്ലേ ചെറ്റ കാട്ടിയത്. അന്നൊക്കെ മുട്ടുകോഴി കഴിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. കാണുന്ന സ്ഥലമാണല്ലേ? ആ അല്ല, ഇതിപ്പോ എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും? ഇത് 20 സെന്റ് സ്ഥലം ഉണ്ടാവും. നോക്കി നിങ്ങള് എത്രങ്ങാണ് തെങ്ങാണ് കവുങ്ങാണ്. നിങ്ങൾ വന്നാ ഇറങ്ങി നടന്നു നോക്കി കാണാലോ. ഏതായാലും നമുക്ക് നോക്കട്ടെ. കുറെ കവുങ്ങും തെങ്ങൊക്കെ ഉണ്ടല്ലേ. അല്ല, ഇതില് വെള്ളമൊക്കെ കിട്ടുമോ? ഇങ്ങോട്ട് വരി. അതാ അവിടെ കിണറും വെള്ളവും എല്ലാം ഉണ്ട്. ഇവിടെ വന്നു നോക്കി. എവിടെ കിണറ്? അതാ അവിടെ ഉണ്ടല്ലോ. ഈ എത്തിപ്പോയാൽ മുഖണ്ടോ. വെള്ളമൊക്കെ ഉണ്ടല്ലേ. അല്ല, എത്ര തെങ്ങുണ്ടാവും ഇപ്പൊ? നല്ല കാഴ്ച 10-18 തെങ്ങുണ്ട്. ആകണു കവുങ്ങ ആകണു. അതേമാതിരി കുരുമുളക് ഇതൊക്കെ വളരെ നടക്കണതാ. സംഗതി ഓക്കെയാണ്. പക്ഷെ ഇത് ഒറ്റക്ക് ഏതായാലും എനിക്ക് എടുക്കാൻ താങ്ങൂല. അതിന് നിങ്ങൾ ഒറ്റക്ക് എടുക്കണ്ടേ? നിങ്ങൾ 2 ആളുണ്ടെങ്കിൽ 10 സെന്റ് മുറിച്ച് തരുമല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ താങ്ങൂലാണ്ട് 4 ആളാണെങ്കിൽ 5 സെന്റ് അങ്ങനെയും തരും. അതിന് നിങ്ങൾ ബേജാറാവണ്ട. സംഗതിയൊക്കെ ഓക്കെയാണ്. ഏകദേശം ലാസ്റ്റ് നമുക്ക് എത്ര റുപ്യ കിട്ടുന്നത്? ഇതിപ്പോ ഈ വെള്ളവും കിണറും മറ്റേത് എല്ലാവരും ഉണ്ട്. ഒരു 2.5 ലക്ഷം റുപ്യ കിട്ടണം എന്നുള്ളതാണ് നമ്മളെ കണക്ക്. 2.5 കുറച്ച് ഏറെ അല്ലേ? അത് ഏറെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ടൗണിലൊക്കെ സ്ഥലം വാങ്ങണേ ഇപ്പൊ എന്തൊക്കെയാണ് അവസ്ഥ? ടൗണത്തെ മാർക്കല്ലേ ഇത്? നാട്ടുമ്പുറല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ ഒരു വരുമാന മാർഗമാണ് ഇത്. കവുങ്ങും തെങ്ങും ടൗണിലാവൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഏകദേശം കുറച്ച് പറയും. കുറച്ച് 2.25 നമ്മൾ എന്ത് ചെയ്യാ ലാസ്റ്റ് മുറിച്ചേരാണെങ്കിൽ. ഏതായാലും എന്റെ മൂത്താപ്പാനോടൊന്ന് ചോദിച്ചോക്കട്ടെ. ചോദിച്ചോക്കിയാലോ? ചോദിച്ചിട്ട് ഇങ്ങനെ പറയാം. എവിടെ മോനെ സ്ഥലം? എല്ലേ പോവാണ്ട്? ഇവിടെ എത്തി. ഇതിപ്പോ നമ്മള് പാപ്പിനിപ്പാറയിന്ന് വരുന്ന റോഡാണ്. നേരെ പോണ ഇരുമ്പോയിക്ക് ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ വലത്തേക്ക് കുറച്ചാണ് തിരിഞ്ഞാൽ ഇവിടെ തന്നെ സ്ഥലം. എന്നാ പോയേക്കാം. റോഡ് 12 ഉണ്ടല്ലേ? വീതിയൊക്കെ ഉണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉള്ളു. അടുത്ത് മറ്റേ പരിപാടിയൊക്കെ ഉണ്ടോണ്ടേ. റോഡൊക്കെ ഇറക്കിയാലോ. സ്ഥലത്തില് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണാണ് നമ്മളെ സ്ഥലം. കുഴപ്പമൊന്നുമില്ലല്ലോ. തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല മോനെ, എത്ര വില പറയണത്? അതിപ്പോ മൂത്താപ്പ ഓല് 2.5 ഒക്കെ പറയണത്. 2 ലക്ഷോ? ഞാൻ ലാസ്റ്റ് 2.25 തരുമോ ചോദിച്ചാൽ അതിനിപ്പോ നിങ്ങളെ കൊടുക്കുന്നുണ്ട് നോക്കാൻ വേണ്ടി. അല്ല മോനെ, എത്ര ഈ വിലക്ക് ആര് പറഞ്ഞ? ബ്രോക്കർമാരുണ്ട് ഇതില്? മൂത്താപ്പ ബ്രോക്കർമാരൊക്കെ ഉണ്ട്. അതിനല്ല ഇപ്പൊ നിങ്ങളെ കൊടുക്കുന്നുണ്ട്. നമുക്ക് മോനോ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ മാർക്കറ്റൊക്കെ നമ്മളിവിടെ അയൽവാസികളൊക്കെ ചോദിച്ചോക്കല്ലേ. അവിടെ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ. 2-3 പേരെ അവിടെ കാണുന്നുണ്ടല്ലോ. ചോദിച്ചാലേ നമുക്ക് ചോദിച്ചിട്ടേ നമുക്ക് ഈ പരിധി ചോദിച്ചോക്കാം. ആളുണ്ടാവല്ലോ മറച്ചട്ടീന് ഒക്കെ. ചേട്ടാ, പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ വന്ന. അപ്പൊ കുളിക്കാൻ പോയി കയറാൻ നിൽക്കുന്നു. ഇപ്പൊ പിന്നെ കുളിച്ചാ പിന്നെ കിട്ടൂലായിരുന്നു. എന്താ കാര്യം എന്താണ്? ആയിക്കോട്ടെ, ഞങ്ങളെ ഈ സ്ഥലം അങ്ങനെ നോക്കാൻ വേണ്ടി വന്നാണ്. മാർക്കറ്റ് ഉണ്ടാവും ഇവിടെ ഇപ്പൊ റേറ്റ് നോക്കുകയാണെങ്കിൽ 2-2.25 1.80 ഒക്കെ ഉണ്ട്. പല മാരിയുണ്ട്. ഇതിപ്പോ എന്റെ അച്ഛൻ കൊടുത്തതാണ്. അത് പിന്നെ അത് മറിഞ്ഞ് വന്ന് 2 കാളായി. ഇപ്പൊ മലപ്പുറത്തേരെ ഒരാളെടുത്താണ് ഇപ്പൊ സ്ഥലം. അച്ഛൻ എത്ര റുപ്യ കൊടുത്താവല്ലേ? അതിപ്പോ അന്ന കാലത്തല്ലേ, അതൊക്കെ ഒന്നും നോക്കണ്ടല്ലോ. ഇപ്പൊ കുറെ കാലായില്ലേ. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ എന്തായാലും മാർക്കറ്റ് ഉണ്ടാവൂല? മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് അത്യാവശ്യം മാർക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എത്തുമ്പോ വീടും ഇതൊക്കെ ഉള്ളതല്ലേ. അന്നത്തെ നോക്കിയിട്ട് കാര്യമല്ലോ. പിന്നെ ഇവിടെ നോക്കി ഇവിടെ മഞ്ചേരിന്ന് 5 കിലോമീറ്ററോളം ഇങ്ങോട്ടേ. പിന്നെ പൂക്കോട്ടൂരിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇരുമ്പോയ്ക്ക് ഇവിടെ 3.5 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ റോഡ് എടുത്തല്ലേ ഇവിടെ. എന്താ ഇവിടെ സൗകര്യം? വെള്ളത്തിന് വെള്ളമുണ്ട്. അല്ല മോനെ, അന്നോട് ബ്രോക്കർ എന്താ പറഞ്ഞേ? 2.5 ലക്ഷം പറഞ്ഞേ. നിങ്ങൾ എന്തിനീ ബ്രോക്കർമാരായിട്ട് ഇതാക്കണത്? ബ്രോക്കർമാർ ഓൽക്ക് ലാഭം കിട്ടാൻ വേണ്ടി പലതും പറയില്ലേ. നിങ്ങളിപ്പോ 1.80 അപ്പൊ ഇതിന് പറയുന്നത്. അപ്പൊ അതിന് നേരിട്ട് അതിന് മുതലാളിനായിട്ട് നേരിട്ട് വിളിച്ചു നോക്കിന്നേ. മുതലാളിനെ വിളിക്കാൻ നമ്പർ വേണ്ടേ? നമ്പർ വേണം. ഞാൻ എഴുതി തരാം. നിങ്ങൾ എഴുതിയെടുത്തോളി. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് നമ്പറിൽ നേരിട്ട് വിളിക്കാൻ. നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 1.80 താഴ്ത്തി ചിലപ്പോ കിട്ടുവേ. അപ്പൊ അയാൾക്ക് അത് കൊടുക്കാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ 1.80 താഴ്ത്തി കിട്ടും. മോനെ, നമുക്ക് നമ്പർ വേണ്ടേ? നേരിട്ട് മുതലാളി നോക്കിയാലല്ലേ? അതല്ലേ ഞാൻ നമ്പർ തരാം. നിങ്ങൾ എഴുതിയെടുത്തോളി. ആയിക്കോട്ടെ. നോക്കിയാ കേട്ടോ. നമ്പർ എത്തിട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ കുളിക്കാൻ നേരം. ഞാൻ നമ്പർ എടുത്ത് വരാം കേട്ടോ. സ്ഥലം കുഴപ്പമില്ല. ഏതായാലും മൂത്താപ്പ നിങ്ങൾ ഇല്ലതുകൊണ്ട് കഴിച്ചില്ല. മൂപ്പരുണ്ടായാലും മൂപ്പര് നേരിട്ട് വിളിച്ചിട്ട് നമുക്ക്. മാറി എന്ത് ചറ്റത്തറ ചങ്ങായി കാട്ടിയേക്കുണ്ട്. ഞാൻ എനക്ക് കാണിച്ചു തന്ന ആ സ്ഥലം മുതലാളിക്ക് നേരിട്ട് കാണ്ട് കച്ചവടമാക്കാണല്ലേ. അത് എന്ത് പരിപാടിയാണ്? ഇതൊന്നും മാന്യമായ വില പറയണ്ടതിന്. എത്ര റുപ്യനൊക്കെ പറയുന്നത്? മാന്യമായ വില തന്നെയല്ല പറഞ്ഞിട്ടുണ്ട്. ഈ ജാതി വില പറഞ്ഞിട്ടാണ് സ്ഥല കച്ചവടങ്ങൾക്ക് നടക്കാത്തത്. അതിന്റെ വില മനസ്സിലായത്. മാ ചണ്ടിത്തരല്ലേ ചെറ്റ കാട്ടിയത്. ഞാൻ ചങ്ങായി ഈ വണ്ടി ഓടി ഉണ്ടാക്കണ്ടേ അത്രയും പൈസ? എത്ര അതിന്റെ കണ്ട ലാഭം? എന്റെ മൂത്താപ്പ ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. ഇജയ് ഞങ്ങളെ ടീമിനാണ് ഞാൻ ഒന്നായിട്ട് വഞ്ചിച്ചത്. അന്നൊക്കെ മുട്ടുകോഴി കഴിച്ചോണ്ട്. എന്തിനാ മൂത്താപ്പ നിങ്ങൾ ഈ വൈക്കത്തോടത്ത് നടക്ക് പൊട്ടിച്ചാ നിൽക്കണം? നട പൊട്ടിയാ ഓരോ കളി നടക്കൂല. ഞാൻ മുതലാളി നേരിട്ട് കച്ചവടം ചെയ്യാൻ ഇന്റെ കമ്മീഷൻ പൈസ കൊടുത്തയച്ചാൽ ഞാനുണ്ട് ആൾക്കാർ ഞാനും വരും.